الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فعن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم أبغض الناس إلى الله ثلاثة ملحد في الحرم ومبتغ في الإسلام سنة الجاهلية ومطلب دم امرئ بغير حق ليهري قدمه റവാഹു ഇമാമുൽ ബുഖാരി. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, അവൻ്റെ നിന്നുള്ള ബറക്കാത്തുകൾ നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും അല്ലാഹു ഒഴുക്കി തരട്ടെ. അല്ലാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് മരിക്കും വരെ ജീവിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു തആല ചില സമയങ്ങളെ, ചില സ്ഥലങ്ങളെ ഒക്കെ പ്രത്യേകപ്പെടുത്തുകയും പവിത്രത പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ആ സമയങ്ങളെയും സ്ഥലങ്ങളെയും അതിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാക്കുകയും അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ഒരു വിശ്വാസിയുടെ കടപ്പാടുകളിൽപ്പെട്ടതാണ്. അതിൽ ഇപ്പോൾ ശ്രദ്ധേയമായൊരു കാര്യമാണ് ഇന്ന് നിങ്ങൾക്ക് ഓതിത്തന്ന ഹദീസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ തലവനായി അറിയപ്പെട്ട സ്വഹാബിയിലൂടെ ഉദ്ധരിക്കപ്പെട്ട തിരുനബി വചനം അവിടുന്ന് പറഞ്ഞു, അബ്ഗളുന്നാസി ഇലല്ലാഹി സലാസ, അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ കോപമുള്ള ആളുകൾ 3 വിഭാഗം ആളുകളാണ്. തെറ്റ് ചെയ്യുന്നതൊക്കെ അല്ലാഹുവിന് കോപമുണ്ടാകുന്ന കാരണങ്ങളിൽപ്പെട്ടതാണ്. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ പടച്ചവനുക്ക് കോപം ഉണ്ടാവും. എന്നാൽ അതിശക്തമായിട്ടുള്ള ഏറ്റവും കൂടുതൽ കോപം ഉള്ള 3 വിഭാഗം ആളുകളാണ്. മുൽഹിദുൻ ഫിൽ ഹറം, പവിത്രമായ ഹറം ഷരീഫിൽ വെച്ച് ആ മഹാപാപങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. ഹറമിൽ വെച്ച് തെറ്റ് ചെയ്യുക, തെറ്റ് എവിടെ വെച്ച് ചെയ്താലും തെറ്റ് തന്നെയാണ്. പക്ഷെ ഹറം ബൗണ്ടറിക്കുള്ളിൽ, അതിൻ്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് അല്ലാഹു തആല പാടില്ലെന്ന് പറഞ്ഞ, അരുതെന്ന് പറഞ്ഞ ഒരു തിന്മ, ഒരു തെറ്റ് അതിൻ്റെ അകത്ത് വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് വല്ലാത്ത കടുപ്പുള്ളതുമാണ്. അല്ലാഹുവിന് അത്തരക്കാരോട് ഏറ്റവും വലിയ വെറുപ്പും ദേഷ്യവും ഉണ്ടാകാം. അപ്പൊ ഹറമിൽ വെച്ച് തെറ്റ് ചെയ്യുക, അതാണ് ആ തെറ്റ് ചെയ്യുന്ന വിഭാഗം ആണ് അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ കോപമുള്ള വിഭാഗം. വമുബ്തഗിൻ ഫിൽ ഇസ്ലാമി സുന്നത്തൽ ജാഹിലിയ, ഇസ്ലാമിനകത്ത് ജാഹിലിയ സംസ്കാരങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ, അതും ആ വിഭാഗം ആളുകളോടും അല്ലാഹുവിന് കടുത്ത ദേഷ്യമാണ്, കടുത്ത വെറുപ്പാണ്, വിഷമാണ്. ജാഹിലിയ കാലത്തുള്ള സംസ്കാരങ്ങൾ ഇസ്ലാമിനകത്തും കൊണ്ടുവരിക. മുസ്ലിം ആയിട്ടുണ്ട്, ഇസ്ലാമിൽ സംസ്കാരമൊക്കെ ഉണ്ട്, എന്നിട്ട് അത് പുലർത്തുന്നതിന് പകരം പിന്നെയും പണ്ടത്തെ ജാഹിലിയത്തിന്റെ ആ സംസ്കാരം, വിശ്വാസം, ആചാരം, സംസ്കാരം അതെന്നെ കൊണ്ടുനടക്കുക, അതിവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ അള്ളാഹുവിന് വലിയ കടുപ്പപ്പെട്ട സംഗതിയാണ്. വിശദീകരണം പറയാം. രണ്ടാമത്തെ വിഭാഗമായി. മൂന്നാമത്തെ വിഭാഗം മറ്റൊരു മനുഷ്യന്റെ രക്തം തേടുന്നവൻ, ബിഗൈരി ഹഖ്ഖിൻ, അവകാശരഹിതമായി മറ്റൊരാളുടെ രക്തം തേടുന്നവൻ, ലിയുഹ്രി ഖദമഹു, ആ രക്തം ചിന്തുകയും ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ അവകാശരഹിതമായി മറ്റൊരു മനുഷ്യനെ കൊല ചെയ്യുന്ന ആളുകൾ. ഈ ടീം, ഈ വിഭാഗം അല്ലാഹുവിന് ഏറ്റവും കോപപ്പെട്ട വിഭാഗമാണ്. അവ 3 വിഭാഗമായി. ഹറമിൽ വെച്ച് തെറ്റ് ചെയ്യുന്ന ആളുകൾ, ഇസ്ലാമിനകത്ത് ജാഹിലിയ സംസ്കാരം പുലർത്തുന്ന ആളുകൾ, പിന്നെ മറ്റൊരാളെ അകാരണമായി രക്തം ചിന്തുന്ന ആളുകൾ അല്ലെങ്കിൽ കൊല്ലുന്ന ആളുകൾ. ഈ വിഭാഗം 3 വിഭാഗം ആളുകൾ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ കടുപ്പപ്പെട്ട കോപമുള്ള ആളുകളാണ്. ഹറമിൽ ഇപ്പോൾ എത്രയോ ആളുകളാണ്
ഹജ്ജും ഉംറയും എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാമിന് വളരെയേറെ പുണ്യമുള്ള കർമ്മങ്ങളാണ്. അത് മക്കയിലും ഹറമുണ്ട്, മദീനയിലും ഹറമുണ്ട്. നിശ്ചിത അതിർത്തിക്കുള്ളിലുള്ള സ്ഥലമാണ് ഹറം എന്ന് പറയുന്നത്. അതിനകത്ത് വെച്ച് ഒരു ഇബാദത്ത് ചെയ്താൽ, നിസ്കരിച്ചാൽ, നോമ്പ് നോറ്റാൽ, ഖുർആൻ ഓതിയാൽ, ദിക്ർ ചൊല്ലിയാൽ, മറ്റൊരാൾക്ക് എന്തെങ്കിലും സദഖ ചെയ്താൽ തുടങ്ങിയ എല്ലാ ഇബാദത്തുകൾക്കും എണ്ണമറ്റ പ്രതിഫലമാണ്, ലക്ഷക്കണക്കിന്റെ പ്രതിഫലമാണ് അവിടുന്ന് കിട്ടുക. അതേ സമയത്ത് ആ പവിത്രമായ സ്ഥലത്ത് വെച്ച് ഒരു തിന്മ ചെയ്താലോ, വേണ്ടാത്തരം ചെയ്താലോ, അത് വളരെ കടുപ്പപ്പെട്ട തെറ്റായിരിക്കും. സാധാരണ പുറത്തു വെച്ച് തെറ്റ് ചെയ്യും പോലെയുള്ള ഗൗരവമല്ല അതിനുള്ളത്. ഇന്നും ചിലപ്പോ റിപ്പോർട്ട് ഉണ്ടാകാറുണ്ട്, മക്കത്ത് ഉംറക്ക് പോയയിടത്തുനിന്ന്, ഹജ്ജിന് പോയയിടത്തുനിന്ന് അവിഹിത ബന്ധം നടത്തി അത് കാറ്റ് പുറത്തായി, പിടിക്കപ്പെട്ടത് വേറെ, പിടിക്കപ്പെടാത്ത വാർത്ത വേറെ. അതൊക്കെ എന്തുമാത്രം വലിയ തെറ്റാന്ന് അറിയാം. ആ കാര്യത്തെക്കുറിച്ചാണ് പ്രവാചകർ സൂചിപ്പിക്കുന്നത്. ഹറമിൽ വെച്ച് തെറ്റ് ചെയ്യുന്ന വിഭാഗം ആളുകൾ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ കോപമുള്ള വിഭാഗം ആളുകളാണ്. നമുക്ക് സർക്കാരിന്റെ വിലക്കില്ലാത്ത പക്ഷം അത് ഓരോ രാജ്യത്തും കാട്ടിലുണ്ടാകുന്ന മൃഗങ്ങൾ, അതിനെ വേട്ടയാടി പിടിക്കലും നമുക്കത് ഭക്ഷിക്കലും അനുവദനീയമാണ്. എന്നാൽ പവിത്രമായ ഹറമിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് എങ്ങാനും ഈ കാട്ടുജീവിയെ കണ്ടാൽ തൊടാൻ പാടില്ല. വേട്ടയാടൽ പോലും ഹറാമാണ്, നിഷിദ്ധമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കാട്ടിലെ മരം മുറിച്ച് നമുക്ക് ഉരുപ്പിടികൾ ഉണ്ടാക്കി ഉപയോഗപ്പെടുത്താവുന്നതാണ്. പക്ഷേ ഹറമിലെ മരങ്ങളോ ചെടികളോ നമ്മൾ മുറിച്ച് നീക്കി കൊണ്ടുവരാനും ഉപയോഗപ്പെടുത്താനും പറ്റില്ല. ഇതൊക്കെ അവിടുത്തെ നിയമങ്ങളാണ്. അപ്പൊ അല്ലാഹു പവിത്രമാക്കി വെച്ച സ്ഥലം, അവിടുത്തെ പവിത്രത കാത്തു സൂക്ഷിക്കണം. അവിടെ തെറ്റ് ചെയ്യാൻ പാടില്ല. തെറ്റ് ചെയ്താൽ അത് വളരെ കടുപ്പുള്ള കാര്യമാണ്. പിന്നെ ഇസ്ലാമിനകത്ത് ജാഹിലിയ സംസ്കാരം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, ജാഹിലിയ കാലത്തുള്ള കുറെ അന്ധവിശ്വാസങ്ങൾ, അതിൽപ്പെട്ടതാണ് പക്ഷിയെ കൊണ്ട് ലക്ഷണം നോക്കുക എന്ന് പറയുന്നത്. പക്ഷി ലക്ഷണം നോക്കുക, അത് ഇപ്പോഴത്തെ കാലത്ത് കൂട്ടിലടച്ച തത്തയെയും കൊണ്ട് കൊർത്തികൾ വരും. ഞങ്ങളുടെ നാട്ടില് കൊർത്തി എന്നാണ് പറയാ. അവരിങ്ങനെ വന്നിട്ട് ലക്ഷണം നോക്കണമെന്ന് പൈസ വാങ്ങിയിട്ട് എന്ത് ചെയ്യും, ഈ കൂട്ടിൽ നിന്ന് തത്തയെ പുറത്തേക്ക് വിടും. അപ്പൊ ഇവരുടെ കയ്യിലുണ്ടാകുന്ന കുറെ ഷീറ്റുകൾ ഉണ്ടാവും. അതിലേതെങ്കിലും ഒന്ന് തത്ത വന്നിട്ട് കൊത്തിയെടുക്കും. എന്നിട്ട് അത് നോക്കിയിട്ട് പഠിച്ചു വെച്ച ആ മാറ്റർ ഇങ്ങനെ അവതരിപ്പിക്കും. നിങ്ങളുടെ ഭാവി, ഭൂതം, വർത്തമാനമൊക്കെ അതിൽ വരും. അപ്പൊ ചിലതൊക്കെ അതിൽ നമുക്ക് കൊള്ളുന്നതുണ്ടാവും. എനിക്ക് അങ്ങനെ സംഭവിച്ചതിനുണ്ടായിന്. അപ്പൊ കുറച്ച് സത്യം തോന്നുമ്പോൾ നമ്മൾ പിന്നെ വിചാരിക്കും ഓൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. എന്നിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും പിന്നെ നമ്മുടെ ജീവിതം. ഈ പക്ഷിയെ കൊണ്ട് ലക്ഷണം നോക്കുന്നത് ജാഹിലിയ സംസ്കാരമാണ്, അന്ധവിശ്വാസമാണ്. അത് നമുക്ക് ഇസ്ലാമിൽ നിഷിദ്ധമാണ്. അപ്പൊ ഇസ്ലാമിൽ വന്നിട്ട് പിന്നെയും ആ സ്വഭാവം ചെയ്യുന്ന ആള് അത് മഹാപാപിയാണ്, കൊടും പാപിയാണ്. അതുപോലെ മറ്റൊരു ഉദാഹരണമാണ് ജ്യോതിഷം, ജ്യോത്സ്യന്മാരെ സമീപിക്കുക എന്ന് പറയുന്നത്. അതിപ്പോഴത്തെ കാലത്ത് സാർവത്രികമായി മുസ്ലിങ്ങളിലും കാണുന്നു എന്ന് സംശയമുണ്ട്. ഈ ഭാഗത്തൊക്കെ കണ്ടോരെടുത്ത് പോവുക, ജ്യോത്സ്യന്മാരെടുത്ത് പോവുക, എന്നിട്ട് അപ്പൊ ഇവനിക്ക് എന്തെങ്കിലും ഒരു പനിയോ എന്തെങ്കിലും ചെറിയ അസുഖങ്ങളോ വരും. അപ്പൊ ഈ ജ്യോത്സ്യന്റെ അടുത്ത് പോയിട്ട് കണക്ക് നോക്കിക്കുക. അപ്പൊ ഓൻ എന്തെങ്കിലുമൊക്കെ പറയും. എന്നിട്ട് അത് വെച്ചിട്ട് തലയെ കയറ്റിട്ടായിരിക്കും പിന്നെ അയൽവാസിയോടും കുടുംബത്തോടും ഈ പെരുമാറ്റമൊക്കെ ഉണ്ടാകുക. ഇങ്ങനെ ജ്യോത്സ്യന്മാരുടെ കണക്ക് അംഗീകരിക്കുക, കണക്ക് വെച്ച് നോക്കാൻ വേണ്ടി പോകുക. അപ്പൊ ജ്യോത്സ്യന്മാരെ സമീപിക്കുക എന്നുള്ളത് ജാഹിലിയ കാലത്തുണ്ടായിരുന്ന സംസ്കാരമാണ്. അവർ പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളത് അന്നത്തെ അന്ധവിശ്വാസത്തിൽപ്പെട്ടതാണ്. ഇസ്ലാം അത് വിലക്കിയിട്ടുണ്ട്. മുസ്ലിമായിട്ട് പിന്നെയും ഈ ജ്യോതിശാലയങ്ങളിലേക്ക് പോകുന്ന ആളുകളുണ്ടോ, അവർ ഇസ്ലാമിനകത്ത് ജാഹിലിയത്ത് കൊണ്ടുവരുന്ന ആളുകളാണ്. അവർ അള്ളാഹുവിന്റെ അടുക്കൽ കടുപ്പപ്പെട്ട തെറ്റുകാരാണ്. അതുപോലെ പണ്ടുണ്ടായിരുന്ന ഒരു സംസ്കാരം, അത് ഇപ്പൊ ചിലപ്പോ ഉണ്ടോന്ന് സംശയമുണ്ട്. അതായത് ബാപ്പ ഇടപാട് നടത്തി, ബാപ്പ പൈസ കൊടുക്കാണ്ട്. അപ്പൊ ബാപ്പാന്റെ അടുത്ത് നിന്ന് പൈസ കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോ മകനെ പിടിച്ചിട്ട് ബന്ദിയാക്കുക, എന്നിട്ട് വിലപേശുക. ഈ രൂപത്തിൽ, അതായത് ഒരാളുമായിട്ടുള്ള ഇടപാടിലും തെറ്റിലും വേറൊരാളെ പ്രതിയാക്കുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനം. ഇത് ജാഹിലിയ കാലത്തുണ്ട്, ഇന്നും അത് ചിലപ്പോഴൊക്കെ നടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അതിൽപ്പെട്ട വേറെ അതിനോട് ടച്ച് ചെയ്തിട്ടുള്ള വേറൊരു ഭാഗമാണ് മൂന്നാമത് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരാളെ അവരുടെ രക്തം ചിന്തുക എന്ന് പറയുന്നത് അത് ഇതിൽപ്പെട്ടത് ഗുണ്ടായിസ് എന്ന് പറഞ്ഞാല്
ആരോടെങ്കിലും പക ഉണ്ടാവും. ആ പക തീർക്കാൻ വേണ്ടി അയാളുടെ മക്കളോ വാപ്പയോ കുടുംബക്കാരോ അടുത്ത സുഹൃത്തുക്കളോ ആയിട്ടുള്ള ആളുകളുടെ മേലെ ആക്രമണം നടത്തുക. ഇങ്ങനെയുള്ള സ്വഭാവം. ഒരാളെ തെറ്റ് ചെയ്താൽ അയാളെ ശിക്ഷിക്കുന്നതിന് പകരം അയാളുമായിട്ട് ബന്ധപ്പെട്ട വേറൊരാളോട് ആ പക വീട്ടുക. ഈ രാഷ്ട്രീയ കൊലപാതകം എന്നൊക്കെ പറയുന്നത് അതാണ്. ഒരു ഭാഗത്ത് ഒരു കൊല നടന്നു എന്ന് കേട്ടാൽ, ഒരു പാർട്ടിക്കാരനെ കൊന്നു എന്ന് കേട്ടാൽ, അതേ പാർട്ടിക്കാരൻ ഈ ഭാഗത്ത് മറ്റേ പാർട്ടിയിൽപ്പെട്ട ഏതെങ്കിലും വേറൊരാളെ പിടിച്ചിട്ട് പോയില്ല. ഇതൊക്കെ മഹാ ഗുണ്ടായിസമാണ്, പാതകമാണ്. അവകാശരഹിതമായി മറ്റൊരാളുടെ രക്തം തേടി പോകുന്നവൻ, അത് ചിന്തുന്നവൻ, അവൻ ആ വിഭാഗം ആളുകൾ അള്ളാഹുവിന് ഏറ്റവും കോപപ്പെട്ട ആളുകളാണ് എന്ന് കാണുന്നുണ്ട്. അള്ളാഹു തആല നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹുവിൽ നിന്നുള്ള എല്ലാവിധ അദാബുകളിൽ നിന്നും ശിക്ഷകളിൽ നിന്നുമെല്ലാം രക്തമുക്തരായി രക്ഷപ്പെട്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് അനുസരിച്ച് ജീവിക്കുന്ന നല്ലവരായ മോമിനികളാക്കി തരട്ടെ. പവിത്രമായ സ്ഥലങ്ങളിൽപ്പെട്ടതാണ് ഹറമുകൾ. അവിടെ ഒരുപാട് മോമിനിങ്ങളുണ്ട്. പവിത്രമായ സമയം ചില മാസങ്ങളിലൊക്കെ ഉണ്ട്. അതിൽപ്പെട്ട പവിത്രമായ സമയമാണ് നമുക്കും വരാനിരിക്കുന്നത്, നാളെ കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ദിവസങ്ങൾ. അപ്പം അങ്ങനെ നമ്മൾ സ്ഥലത്തിൻ്റെയും സമയത്തിൻ്റെയും എല്ലാം ബഹുമാനങ്ങളും പ്രത്യേകതകളും ഒക്കെ കാത്തു സൂക്ഷിച്ച് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരായി മാറാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു നീക്കിത്തരട്ടെ. നമ്മിൽ നിന്നും ഹജ്ജിന് പോയിട്ടുള്ള മുഴുവൻ മുഅ്മിൻ മുഅ്മിനാത്തുകൾക്കും സ്വീകാര്യോഗ്യമായ ഹജ്ജും മറ്റു അമലുകളും അള്ളാഹു തൗഫീഖാക്കി കൊടുക്കട്ടെ. എല്ലാവിധ ദൂഷ്യങ്ങളിൽ നിന്നും ബഹുദൂരം അകന്നു കഴിയാനും അള്ളാഹിൻ്റെ പൊരുത്തം വാങ്ങി തിരിച്ചു പോരാനും അവർക്കെല്ലാവർക്കും അള്ളാഹു ആവതാക്കി കൊടുക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.